ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സബ്സ്ക്രൈബർ മേടിച്ച ഒരു നോട്ടാണ്. ആ ഒരു നോട്ട് അദ്ദേഹം മേടിച്ചിട്ട് അദ്ദേഹത്തിന് കുറച്ച് കാശ് നഷ്ടമായി. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു കാശ് നഷ്ടമായി എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു നോട്ടൊക്കെ മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു നോട്ടൊക്കെ പുതുതായിട്ട് കളക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മേടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളൊരു വീഡിയോ കണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു നോട്ട് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മേടിച്ച നോട്ടാണ്. ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്നാണ് ഈ ഒരു നോട്ട് മേടിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ 10 രൂപ നോട്ടാണ്. ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന 10 രൂപ നോട്ടാണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന 10 റുപ്പീസ് 10 രൂപ നോട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോയും കാര്യങ്ങളും ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും വീഡിയോ കാണുക. ആ ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു നോട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു UNC കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു നോട്ട് മേടിച്ചത്, അതായത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഈ ഒരു നോട്ട് മേടിച്ചത് ഏകദേശം 3500 രൂപ കൊടുത്താണ് ഈ ഒരു നോട്ട് മേടിച്ചിരിക്കുന്നത്. ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്നാണ് ഈ ഒരു നോട്ട് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒരിക്കലും നിങ്ങൾ ഇതുപോലുള്ള സാധനങ്ങൾ, അതായത് ന്യൂമിസ്മാറ്റിക്സ് പരമായിട്ട് നിങ്ങൾ കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ നാണയങ്ങളോ കറൻസികളോ ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് മേടിക്കരുത്. അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് പറ്റിക്കപ്പെട്ടതായിട്ടുള്ളത് ഒരു വീഡിയോ. അപ്പോൾ ഒരു വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സെർച്ച് ചെയ്ത് നോക്കുക. അതിലേക്ക് ഞാൻ ആ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അദ്ദേഹം 3500 കൊടുത്ത് മേടിച്ച നോട്ടാണ്. 10 രൂപ നോട്ടാണ്. നല്ലൊരു UNC കണ്ടീഷൻ ആയതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു നോട്ട് ഓൺലൈൻ ഷോപ്പിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ പല ഓൺലൈൻ ഷോപ്പിംഗ് നമുക്കിപ്പോൾ ഉണ്ട്. സ്നാപ്ഡീൽ, ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ ആമസോൺ, അങ്ങനെ പല നമുക്ക് പേരുകൾ പോലും ഓർത്തു വയ്ക്കാൻ പറ്റാത്ത പല സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇതുപോലുള്ള നോട്ടുകളൊക്കെ നമുക്ക് ജസ്റ്റ് കാണിച്ചിട്ട് ഇതിന് ഇത്ര രൂപയേ ഉള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ കാറ്റലോഗിൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിന് ഏകദേശം ഒരു 7500 രൂപ 8000 രൂപ വരും. അപ്പോൾ നമുക്ക് 3500 രൂപയ്ക്ക് ആ ഒരു നോട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് ലാഭമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു നോട്ട് മേടിക്കുകയും പിന്നീട് നമുക്കതിൻ്റെ ആ ഒരു പറ്റിപ്പോയ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ വിഷമിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറ്റിപ്പോയ ഒരാളാണ്. അദ്ദേഹം 3500 കൊടുത്ത് മേടിച്ച ഈ ഒരു നോട്ട് ഒറിജിനലായിട്ടുള്ള ഒരു നോട്ടല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കവറിലൊന്ന് എടുത്ത് നോക്കി നോക്കാം. അപ്പോൾ ഈ ഒരു നോട്ട് ജസ്റ്റ് കാർഡ്ബോർഡിൽ പ്രിൻ്റ് ചെയ്ത നോട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് കണ്ടോ, ഇതൊരു നോട്ടേ അല്ല, ഇതൊരു കാർഡ്ബോർഡിൽ പ്രിൻ്റ് ചെയ്ത നോട്ടാണ്. ജസ്റ്റ് നമുക്ക് ഇവിടെ മടക്കി നോക്കിയാൽ മനസ്സിലാവും. ഇതൊരു കാർഡ്ബോർഡിൽ പ്രിൻ്റ് ചെയ്ത നോട്ടാണ്. അദ്ദേഹം ഫോട്ടോ കണ്ടിട്ടാണ് ഈ ഒരു നോട്ട് മേടിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് 3500 നഷ്ടമായപ്പോഴാണ് അദ്ദേഹത്തിന് ചെറിയൊരു ഡൗട്ട് വന്നു. നോട്ട് വന്നപ്പോൾ ഇത്രയും കട്ടി വന്നപ്പോഴത്തേക്ക് ചെറിയൊരു ഡൗട്ട് വന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് മെസ്സേജ് അയക്കുകയും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ആ നോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് അയച്ചു തരുമോ, ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്ക് അങ്ങനെ അയച്ചു തന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ 3500 രൂപ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് നമ്മൾ ആദ്യം മേടിക്കുമ്പോൾ നമുക്ക് ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആരുടെടുത്തെങ്കിലും അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് തന്നെ എനിക്ക് ചോദിച്ചു നോക്കുക, ഇങ്ങനെയുള്ള ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് നോട്ട് മേടിക്കുന്നത് നല്ലതാണോ എന്നുള്ളത്. മേടിച്ചതിന് ശേഷം നമുക്കിത് തിരിച്ച് റിട്ടേൺ ചെയ്യാനോ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാശ് നഷ്ടമാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഈ ക്യാഷൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ UPI പേയ്മെൻറ്റ് വഴിയായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും പേയ്മെൻറ്റ് വന്നത്. അപ്പോൾ തിരിച്ച് നമുക്ക് ഇത് റിട്ടേൺ ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇതിന് റിട്ടേൺ പോളിസി അവൈലബിൾ അല്ല. അപ്പോൾ ഇതുപോലുള്ള നോട്ടുകളോ നാണയങ്ങളോ എന്ത് തന്നെ ആയാലും ന്യൂമിസ്മാറ്റിക്സ് പരമായിട്ട് നിങ്ങൾ എന്ത് തന്നെ ആയാലും ഒരിക്കലും ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് മേടിക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഓൺലൈൻ ഷോപ്പിംഗ് ഏതാണെന്ന് നിങ്ങൾ നോക്കിയെടുക്കുക. ഇപ്പോൾ എനിക്കൊന്നും സജക്ഷൻ ചെയ്യാൻ പറ്റില്ല, ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പറ്റത്തില്ല. എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാറില്ല. ഞാൻ എന്ത് സാധനങ്ങൾ, അതായത് എൻ്റെ കളക്ഷനിലേക്ക് ആവശ്യമായിട്ടുള്ള എന്ത് സാധനങ്ങൾ മേടിച്ചാലും ഞാൻ ഡയറക്റ്റ് ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ എക്സിബിഷൻ കണ്ടക്ട് ചെയ്തോ മേടിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊന്നും ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് മേടിക്കാതിരിക്കുക. അപ്പോൾ ഇത് അദ്ദേഹത്തിന് 3500 രൂപയ്ക്ക് അദ്ദേഹത്തിന് കിട്ടിയത് ഒരു കാർഡ്ബോർഡ് പ്രിൻ്റ് ചെയ്തതാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും, മടക്കിയാൽ പോലും മടങ്ങുന്നില്ല, അങ്ങനെയുള്ള ഒരു കാർഡ്ബോർഡ് പ്രിൻ്റ് ചെയ്ത ഒരു നോട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പൊക്കെ ഓൺലൈൻ ഷോപ്പിങ്ങിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് നാണയങ്ങളോ കറൻസികളോ ഒന്നും തന്നെ മേടിക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെങ്കിൽ, നാണയങ്ങളോ കറൻസികളോ മേടിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ന്യൂമിസ്മാറ്റിക്സ് പരമായിട്ടുള്ള എക്സിബിഷൻ കണ്ടക്ട് ചെയ്ത് അതിൽ നിന്ന് മേടിക്കുകയോ ഇല്ലെങ്കിൽ നല്ലൊരു ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്ന് മേടിക്കുവാനോ ശ്രമിക്കുകയോ ചെയ്യുക. നിങ്ങൾക്ക് ഏതുവിധ സംശയങ്ങളോ കാര്യങ്ങളോ എന്ത് തന്നെ നിങ്ങൾക്കുണ്ടെങ്കിലും തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലോ ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്യുന്നതാണ്. കുറച്ച് ഡിലേ വന്നാലും ഞാൻ മെസ്സേജിന് റീപ്ലൈ ചെയ്യുന്നതാണ്. എന്തെന്നാൽ എൻ്റെ ജോലി തിരക്കിൻ്റെ ഭാരമായിട്ട് ഇനി കുറച്ച് വർക്കുകളും കാര്യങ്ങളായിട്ട് കുറച്ച് ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് എനിക്ക് മെസ്സേജിന് റീപ്ലൈ തരാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തുവിധ സംശയങ്ങളുണ്ടെങ്കിലും തീർച്ചയായും നിങ്ങളുടെ വാട്സപ്പിലോ കമൻറ്റ് ബോക്സിലോ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് ആരും തന്നെ ഇതുപോലുള്ള സാധനങ്ങൾ മേടിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.